ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എക്സലിൽ ഓട്ടോഫിൽ ഫീച്ചർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ എനിക്ക് 500 സ്റ്റുഡൻസിൻ്റെ മാർക്ക് ലിസ്റ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് കോളം ഞാനിവിടെ സീരിയൽ നമ്പർ എന്ന് കൊടുത്തു. സീരിയൽ നമ്പർ എനിക്ക് ഒരു 500 സ്റ്റുഡൻസിൻ്റെ ആകുമ്പോൾ അത് ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കണം. ഓട്ടോഫിൽ ഫീച്ചർ യൂസ് ചെയ്തിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ 1ഉം 2ഉം ടൈപ്പ് ചെയ്തു, 2 സെലക്ട് ചെയ്തു, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കോർണറിൽ വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോവുകയാണെങ്കിൽ 500 വരെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് നമുക്ക് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടൈപ്പ് ചെയ്തു, സീരിയൽ നമ്പർ ഫസ്റ്റ് നമ്പർ 1 ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ ഹോം ടാബിൽ ഇവിടെ ഫിൽ എന്നുള്ളൊരു ടൂളുണ്ട്. ഈ ഓട്ടോ സം കഴിഞ്ഞിട്ട് വരുന്ന ടൂളാണ് ഫിൽ എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ സീരീസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സീരീസ് ഇൻ റോസ് ആണോ കോളംസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. കോളംസ് സെലക്ട് ചെയ്തു, സ്റ്റെപ്പ് വാല്യൂ കൊടുക്കുക. ഫ്രം 1 to 500 ആണ് സ്റ്റോപ്പ് വാല്യൂ. ഞാനിവിടെ 500 ടൈപ്പ് ചെയ്തു. സ്റ്റെപ്പ് വാല്യൂ 1 തുടങ്ങി സ്റ്റോപ്പ് വാല്യൂ 500 വരെ. ദെൻ ഓക്കെ കൊടുത്തു. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്തു. നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാനൊന്നും നിൽക്കണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്തോളും. ഇനിയിപ്പോൾ അത് ഫുൾ ഫില്ലായിട്ടുണ്ടോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ പേജ് ഡൗൺ കൊടുത്താൽ മതി. കണ്ടോ, 500 വരെ ഫില്ലായിട്ടുണ്ട്. മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൺട്രോൾ അപ്പ്, പേജ് അപ്പ്. ഓക്കെ, സീരീസിൽ ഫില്ലിൽ സീരീസിൽ ഇവിടെ സ്റ്റെപ്പ് വാല്യൂ സ്റ്റോപ്പ് വാല്യൂ പറയുക, ഓക്കെ കൊടുക്കുക. ഇനിയിപ്പോൾ അത് റോ വൈസാണ് വേണ്ടെന്നുണ്ടെങ്കിൽ റോ സെലക്ട് ചെയ്യുക, സ്റ്റെപ്പ് വാല്യൂ കൊടുക്കുക, സ്റ്റോപ്പ് വാല്യൂ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ റോ വൈസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പം ഓട്ടോഫിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡേയ്സ് സൺഡേ മൺഡേ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സൺഡേ മാത്രം കൊടുക്കുക. ദെൻ ബ്ലാക്ക് പ്ലസ് ആകുമ്പോൾ ഇങ്ങനെ താഴേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. കണ്ടോ, കോളം വലുതാക്കണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 1/1/2025 കൊടുത്തിട്ടുണ്ട്. താഴേക്ക് കണ്ടിന്യൂസ് ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോർണറിൽ വെച്ചിട്ട് ബ്ലാക്ക് പ്ലസ് ആകുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, 1 to 7 വരെ വന്നിട്ടുണ്ട്. താഴേക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി. 7ൽ വെച്ചിട്ട് കണ്ടോ, അങ്ങനെ താഴേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 8, 9 അങ്ങനെ ഡേറ്റ് കിട്ടും. ഇപ്പോൾ എനിക്ക് ജാനുവരി ഫെബ്രുവരി മന്ത്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജാനുവരി സെലക്ട് ചെയ്തു, ടൈപ്പ് ചെയ്തിട്ട് സെലക്ട് ചെയ്തു, ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു.